ബറോഡ ബാങ്കിന് ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇടപാടുകാരന് കൊടുക്കേണ്ടി വന്നത് ലക്ഷങ്ങൾ. 10,000 രൂപയിൽ തീരേണ്ട ന്യായമായ ആവശ്യത്തിന് മുഖം തിരിച്ച ബറോഡ ബാങ്കിന് ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇടപാടുകാരന് കൊടുക്കേണ്ടി വന്നത് ലക്ഷങ്ങൾ. സംഭവം നടക്കുന്നത് 9 വർഷം മുൻപാണ്. 2017 ഫെബ്രുവരി 18-ന് ഗുജറാത്തിലെ സൂറത്തിലെ ഉധ്രപ്രദേശത്തുള്ള ഒരു ഉപഭോക്താവ് SBIയുടെ ATMൽ നിന്ന് 10,000 രൂപ പിൻവലിക്കാൻ ശ്രമിച്ചു. കാർഡിട്ട് പിൻ നമ്പർ നൽകിയെങ്കിലും മെഷീനിൽ നിന്ന് പണമോ രസീതോ ലഭിച്ചില്ല. എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ ഡെബിറ്റ് ചെയ്തതായി സന്ദേശം ലഭിച്ചു. ഇതിനെതിരെ ഉപഭോക്താവ് 2017 ഫെബ്രുവരി 21-ന് ബാങ്ക് ഓഫ് ബറോഡയുടെ ദുംഭാൽ ബ്രാഞ്ചിൽ രേഖയിൽ പരാതി നൽകി. തുടർന്ന് മാസങ്ങളോളം ഇമെയിൽ വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും ബാങ്കുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവുമുണ്ടായില്ല. RBI അധികൃതരെയും സമീപിച്ചു. കൂടാതെ CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ വിവരാവകാശ അപേക്ഷയും നൽകി. എങ്കിലും അധികൃതരിൽ നിന്ന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. ഒടുവിൽ 2017 ഡിസംബറിൽ അദ്ദേഹം ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചു. ഇടപാട് SBI ATMലാണെന്നും തങ്ങളുടെ രേഖകൾ പ്രകാരം ഇടപാട് വിജയകരമായി പൂർത്തിയായതിനാൽ തങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ലെന്നും ബാങ്ക് ഓഫ് ബറോഡ വാദിച്ചു. എന്നാൽ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഈ വാദം തള്ളി. ATM ഇടപാടിൽ പണം ലഭിക്കാത്ത പക്ഷം 5 ദിവസത്തിനുള്ളിൽ തുക തിരികെ നൽകണമെന്ന RBIയുടെ നിയമം ബാങ്ക് ലംഘിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. അതനുസരിച്ച് യഥാർത്ഥ തുകയായ 10,000 രൂപ 9% വാർഷിക പലിശയോടെ തിരികെ നൽകാൻ ഉത്തരവിട്ടു. കൂടാതെ പണം നൽകുന്നതിലുണ്ടായ ഓരോ ദിവസത്തെ താമസത്തിനും 100 രൂപ വീതം നഷ്ടപരിഹാരവും നൽകാനും വിധിച്ചു. അപ്പോഴേക്കും പരാതിക്കാരന് പണം നഷ്ടപ്പെട്ടിട്ട് 3,288 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. 2017 ഫെബ്രുവരി 21 മുതൽ 2026 ഫെബ്രുവരി 26 വരെ. ഇതനുസരിച്ച് നഷ്ടപരിഹാരമായി മാത്രം 3,28,800 രൂപ ലഭിക്കും. ഇതിനു പുറമെ മാനസിക പീഡനത്തിന് 3,000 രൂപയും കോടതി ചെലവിനായി 2,000 രൂപയും നൽകാനും കോടതി നിർദ്ദേശിച്ചു. നാം ഓരോരുത്തരും ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകും. സ്വാധീനങ്ങളില്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരാലും അവഗണിക്കപ്പെടും. അപ്പോൾ ഓർക്കണം, നമ്മൾക്കൊരു നിയമമുണ്ട് എന്ന്. പല പോരായ്മകളുണ്ടെങ്കിലും അത് ലോകത്തിലെ തന്നെ മികച്ചവയിലൊന്നാണ് എന്ന യാഥാർത്ഥ്യം. കേസ് കൊടുക്കേണ്ടിടത്ത് കൊടുത്തിരിക്കണം. എങ്കിലേ നമ്മളെ വിലയുള്ളവരായി അധികാരികൾ കരുതിത്തുടങ്ങും.